ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വളരെ രുചികരമായ ചിക്കൻ കട്ട്ലറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. 250 ഗ്രാം ചിക്കൻ എടുത്ത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം 2 ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറിയ പീസുകളാക്കിയതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും സ്വല്പം ഉപ്പും വേവാൻ ആവശ്യവുമായ വെള്ളവും ഒഴിച്ച് നമുക്ക് വിസിലടിപ്പിച്ച് വേവിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 15ഓളം വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക് അരിഞ്ഞതും, ഒരു സവാള ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, വഴന്ന് കിട്ടാനായിട്ട് ലേശം ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കളറൊക്കെ മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ചേർത്തിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ രുചികരമായ ഒരു കട്ട്ലറ്റാണ് കേട്ടോ ഇത്. ഈ കട്ട്ലറ്റിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചിക്കൻ മസാലയാണ്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഉരുളൻകിഴങ്ങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടോ, ഉടച്ച് വെച്ചതാണ്. ഈ ഉരുളൻകിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒന്ന് മുക്കിയെടുക്കാനായിട്ട് കോഴിമുട്ട 4 എണ്ണം എടുത്ത് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ചിക്കൻ്റെ ഈ മസാല എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഈ കൂട്ടെടുത്തിട്ട് കോഴിമുട്ടയിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഈ റംസാനിന് ഇതുപോലെ ഒരു ചിക്കൻ കട്ട്ലറ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.